ഇന്നിപ്പോൾ ഞാനിവിടെ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്തതാണിത്. ഇതിപ്പം ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കണം. 6-7 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വാഷ് ചെയ്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാത്രം മൂടി ഇത് വേവിക്കാൻ വെക്കാം. ഒരു ജാർ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ സമയം കൊണ്ട് ഈ തേങ്ങ ഇടാം. നല്ലോണം അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ജീരകം, ബാക്കി മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം. തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഈ അരച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. അവിയൽ ഇവിടെ തയ്യാറായി. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കീറി ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അവിയൽ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.